നമസ്കാരം. 100 വർഷങ്ങൾക്ക് ശേഷമാണ് മീനം രാശിയിൽ സപ്തഗ്രഹി യോഗം രൂപം കൊള്ളുന്നത്. തന്മൂലം പല വിധത്തിലും മാറ്റങ്ങൾ ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. 7 ഗ്രഹങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അത് 7 വർഷത്തിന് സമാനമായ ശുഭകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. എന്നാൽ മാർച്ച് 29 മുതലാണ് ഈ യോഗം രൂപം കൊള്ളാനായി പോകുന്നത്. ശുക്രൻ, ബുധൻ, സൂര്യൻ, ചൊവ്വ, ചന്ദ്രൻ, ശനി, വ്യാഴം എന്നിങ്ങനെ 7 ഗ്രഹങ്ങളും മീനം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങൾക്കും കാരണമായി തീരും. ശുഭകരമായ പല നേട്ടങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സപ്തഗ്രഹി യോഗത്തിന്റെ ഫലമായി ഒരു വ്യക്തിയിൽ പല രീതിയിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പ്രധാനമായും ഈ രാശിക്കാർക്കാണ് സപ്തഗ്രഹി യോഗം കൂടുതൽ ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നത്. അത്തരത്തിൽ അവരിൽ വന്നു ചേരുന്നതായ ആ ശുഭകരമായ മാറ്റങ്ങൾ, ശുഭകരമായ ഫലങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ യോഗത്താൽ അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രതിസന്ധികൾ ഇല്ലാതാകുന്നതായ സമയമാണ്, അതിൽ സംശയം വേണ്ട. ഇവർക്ക് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ, അതിവർ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളാണ് എങ്കിലും അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കും. പ്രതികൂലമായിരുന്നതായ ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്തരം ചില വിഷമതകൾ മനസ്സിൽ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം പിന്നോക്കം പോകുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. സഹായങ്ങൾ ലഭിക്കുക, പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. സന്തോഷകരമായ പല മാറ്റങ്ങളും കുടുംബ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. വിദേശ യാത്രയ്ക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. ആഗ്രഹങ്ങൾ പലതും സഫലമാകുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. എല്ലാ അർത്ഥത്തിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ തുടക്കത്തിൽ കുറവായിരിക്കും. എന്നാൽ ശ്രമങ്ങൾ നടത്തുന്നതിലൂടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിക്കുകയാണ് എങ്കിൽ, പ്രവർത്തിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ ഇരട്ടിപ്പിക്കാവുന്ന സമയമാണ്. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ സപ്തഗ്രഹി യോഗത്താൽ നിങ്ങൾക്ക് വന്നു ചേരും. പ്രധാനമായും ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഒരു തുടക്കമായി തീരും. 7 ഗ്രഹങ്ങളും ചേരുന്നത് പോലെ തന്നെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും അനുഭവിക്കും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും. ചില തർക്കങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ സാധിക്കും. ദമ്പതികൾക്കിടയിൽ ആത്മബന്ധം വർദ്ധിക്കുന്നതാണ്. ശക്തമായ ബന്ധം ഉറപ്പിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. ജോലി മാറാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത് വിദേശത്തേക്കാണ് എങ്കിലും അത്തരം ചില കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്.
ഊർജം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളും ചെയ്യണം, അനുകൂലമായ ഫലങ്ങൾ നേടിയെടുക്കണം എന്ന ചിന്ത വന്നു ചേരാം. കൂടാതെ ചില കാര്യങ്ങൾ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ക്ഷീണത്തെ പെട്ടെന്ന് തന്നെ പ്രതിരോധിച്ച് അലസത ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉറപ്പിച്ചു എന്ന് തോന്നുന്ന ഇടത്തു നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യമോ അല്ലെങ്കിൽ ഒന്നും ശരിയാകാത്തതായ സാഹചര്യമോ ഉണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ പൊതുവിൽ അനുകൂലമായി തീരുന്ന സമയമാണ് മുൻപിലുള്ളത്. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് വൃശ്ചികം രാശിയിൽ വരുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് അനുകൂലമായ ഒരു സമയം. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് മുൻപിലുള്ളത്. സന്തോഷകരമായ നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ നേട്ടങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഗുണകരമായ കാര്യങ്ങളാണ് വന്നു ചേരുക. ഓരോ നിമിഷവും സന്തോഷം നിറഞ്ഞതായി മാറും. ഗുണകരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ഭവിക്കും. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ദാമ്പത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അവസാനിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്നതായ പലതും കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കും. ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഒരിക്കലും ഒരു കാര്യവും നിങ്ങൾ നിസ്സാരമാക്കേണ്ടതായിട്ടില്ല. ശരിയായ രീതിയിൽ ശ്രമിക്കുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ, അതിലൂടെ ഉയർച്ച, ധനപരമായോ മറ്റ് നേട്ടങ്ങളോ കടന്ന് വരാവുന്നതായ സാഹചര്യം, പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാകുന്ന സാഹചര്യം. പൊതുവിൽ ഈ സമയം നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ശരിയായ രീതിയിലുള്ള ചിന്തകൾ, പ്രവൃത്തികൾ ഈ സമയം നിങ്ങൾക്ക് അനിവാര്യം തന്നെയാണ്. ഭാഗ്യം തുണയ്ക്കുന്ന ഈ സമയം ധനപരമായ നേട്ടങ്ങളും സഹായവും പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ പിന്തുണയും ആർജിച്ചെടുക്കുവാൻ സാധിക്കും. ശുഭകരമായ ചില വാർത്തകൾ പോലും നിങ്ങളെ തേടിയെത്തുന്നതായ സമയം. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സപ്തഗ്രഹി യോഗത്തിൻ്റെ സ്വാധീനം നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കാരണമായി തീരും. ജോലിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങളായി ഭവിക്കാവുന്നതുമാണ്. സന്തോഷകരമായ ചില നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. വെല്ലുവിളികൾ ഉണ്ടാകും എങ്കിൽ പോലും അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ധനപരമായോ അല്ലെങ്കിൽ തൊഴിൽപരമായോ ബിസിനസ് പരമായോ നിങ്ങൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ടതായി വരാം. എന്നാൽ ഒരിക്കലും നിങ്ങൾ പതറിപ്പോകേണ്ടതായ സാഹചര്യമില്ല. കാരണം ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. കടബാധ്യതകൾ വീട്ടുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള അവസരങ്ങൾ, യോഗമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. എല്ലാ അർത്ഥത്തിലും സുരക്ഷിതത്വം വർദ്ധിക്കുന്ന സമയമാണ് മുൻപിലുള്ളത്. കരിയറുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ വന്നു ചേരും. ജോലി സ്ഥിരമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വരുമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൈവയ്ക്കുന്നതായ മേഖലകളിൽ എല്ലാം തന്നെ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും മറ്റുള്ളവർ പുച്ഛിച്ചു എന്ന് വരാം. എന്നാൽ ഒരിക്കലും നിങ്ങൾ തളരേണ്ടതായിട്ടില്ല. മുന്നോട്ട് തന്നെ പോവുക. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ധനപരമായും സന്തോഷപരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. ഭാഗ്യം തുണയ്ക്കുന്ന ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക.